ആയതുകൊണ്ട് രാവിലത്തെ അത്യാവശ്യം പണികളെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ കുഞ്ഞൊറോട്ടിയും പിന്നെ ഒരു തക്കാളിക്കറി ആക്കാനാണ് വിചാരിക്കുന്നത് ചായക്ക്. കുട്ടികൾക്ക് ഇപ്പോൾ സ്കൂളില്ലാത്തതുകൊണ്ട് അവർക്ക് ഇങ്ങനെ ഏതെങ്കിലും സമയത്തെല്ലാം തിന്നേണ്ടി വരും. അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ആക്കി വെക്കും. ഞാൻ തലേന്ന് റേഷനരി നല്ലോണം ചൂടുവെള്ളത്തിൽ പുതർത്തിയിട്ട് വെച്ചിട്ടുണ്ടേനു. അപ്പോൾ ഇന്ന് രാവിലെ ഇതെടുത്തിട്ട് ഇത് നല്ലോണം ഒന്ന് കഴുകിയെടുക്കണം. കഴുകി ഇങ്ങനെ ഫുള്ള് വെള്ളവും പൊയിപ്പിച്ചിട്ടെടുക്കുക. കുതിർത്ത് വെച്ച അരി നല്ലോണം കഴുകിയിട്ട് ഇതുപോലെ വെള്ളമെല്ലാം വാർത്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പുട്ടിൻ്റെ പാകത്തിന് നമ്മൾ പൊടിച്ചെടുക്കണം. ഇപ്പോൾ തേങ്ങ, പെരിഞ്ചീരകം, ഉള്ളി. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കണം. തേങ്ങയും ഉള്ളിയെല്ലാം കൂടിയിട്ട് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഉള്ളീൻ്റെയും പെരിഞ്ചീരകത്തിൻ്റെയും തേങ്ങേൻ്റെയും കൂടിയുള്ള ഒരു നല്ലൊരു അരഞ്ഞ സ്മെല്ല്. പിന്നെ അരി ഈ പാകത്തിന് പൊടിച്ചെടുക്കണം. പിന്നെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി ചെറിയ ചൂടുവെള്ളത്തിൽ ഇതൊന്ന് കുഴച്ചെടുക്കൽ. ഈ പരുവത്തിന് കുഴച്ചെടുക്കണം. കുഞ്ഞൊറോട്ടി ആക്കാനുള്ള ഇല പറിച്ചിട്ട് വരാം. ഒരാൾ ബ്രഷ് എടുത്തിട്ടെല്ലാം വരുന്നുണ്ടല്ലോ. പല്ലേ ചേട്ടാ, അപ്പോഴത്തേക്ക് അമ്മ അപ്പാപ്പാക്കി തരും അവർക്ക് കേട്ടാ. കുഞ്ഞൊറോട്ടി നമ്മളാക്കുന്നത് ഇങ്ങനെ ഒരു ഇലയിൽ കുറച്ച് കുഞ്ഞി ആക്കിയിട്ട് ഉണ്ടയാക്കിയിട്ട് ഇത് വെക്കലാണ് അരി. ഇപ്പം ഇത്ര ഉണ്ടാക്കിയിട്ട് ഇലയിൽ വെക്കണം. പിന്നെ ഞാൻ മീൻ മേടിക്കുന്ന കണ്ടിരുന്നു. ഞാൻ കുറേ കൈ മീനടങ്ങി. അപ്പം ഇതുപോലെ എല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ആവിയിലിട്ടിട്ട് പുഴുങ്ങണം. വെള്ളം വെച്ചിട്ടുണ്ട് ഇഡലിച്ചെമ്പിൽ. ഇനി ഇത് തിളച്ച് കഴിയുമ്പോൾ വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതെല്ലാം പെറുക്കി വെക്കണം.
വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം പറക്കി വെക്കണം. അതുകൊണ്ട് കുക്കൂട്ടിക്ക് ഞാൻ ഉണ്ടാക്കുന്ന എല്ലാം കുക്കുവും പഠിച്ചല്ലോ. കുഞ്ഞാറ്റയും പഠിച്ച് നോക്കി നിന്നിട്ട് ഇനി ഇതൊരു അരമണിക്കൂറോളം കുഞ്ഞിറോട്ടിയും ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതെല്ലാം ഒന്ന് പാത്രത്തിലേക്ക് മാറ്റാം. കുഞ്ഞിറോട്ടിക്ക് തക്കാളിക്കറിയോ അല്ലെങ്കിൽ ചിക്കൻ കറി എന്നാന്ന് വെച്ചാൽ നല്ലതാണ്. നമുക്ക് ചായയും കൂടി ആക്കിയിട്ട് പെട്ടെന്ന് തന്നെ ചായ കുടിക്കാം. രാവിലെ ചായ കുടി കഴിക്കാം. ഇന്നത്തെ മോർണിംഗ് വ്ലോഗ് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.